മഹാരാജാവ് തിരുമേനിയുടെ കൽപ്പനയനുസരിച്ച് നിങ്ങളെ ബന്ധനസ്ഥനാക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ചു? എന്താ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളില്ലെങ്കിലും ഓടിപ്പോകാൻ വന്നതല്ല ഞാൻ. രാജദ്രോഹികളെ വിശ്വസിക്കാൻ വയ്യ. ആരാ രാജദ്രോഹി? എന്തായി? അയാളെ ഞാൻ കാരാഗ്രഹത്തിൽ അടച്ചു. സബാഷ്. മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് അയാളോട് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ അയാളത് വിശ്വസിച്ച ലക്ഷണമില്ല. വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, രാജാവിന്റെ സഹായത്തിന് തോമയുണ്ടാകാൻ പാടില്ല. രാജാവിന്റെ മനസ്സ് മാറിയാൽ അതിനു മുമ്പ് നമുക്ക് കാര്യം സാധിക്കണം. ഞാൻ താമസിക്കുന്നില്ല. നിങ്ങളുടെ ചാരപ്രധാനി മഹിപാലിന് ഏതോ ബലമായ സംശയം തോന്നിയിട്ടുണ്ട്. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഞങ്ങളുടെ വാക്ക് പാലിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ യാത്ര ചോദിക്കുന്നില്ല. ഞാനും നിരായുധനല്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. നിങ്ങൾ നീതി നിറവേറ്റണമെന്ന് നിർബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥൻ. നീതി നിറവേറ്റണമെന്നുള്ള ഉദ്യോഗസ്ഥൻ എന്നിട്ടാണോ അനുമതി കൂടാതെ എന്റെ വാസസ്ഥലത്ത് കടന്നു വന്നത്? കർത്തവ്യ നിർവഹണത്തിൽ എവിടെ പ്രവേശിക്കുന്നതിനും എനിക്ക് അനുമതിയുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. തിരുമേനി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മേലധികാരി. നിങ്ങളെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യദ്രോഹിക്ക് അതിനുള്ള കഴിവില്ല. ഈ നിമിഷം നിങ്ങളെ തുറങ്കിലടയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മഹിപാൽ, നിങ്ങളെന്നെ ചതിക്കരുത്. നിങ്ങളെ രക്ഷിക്കാവുന്ന കുറ്റമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു കേൾക്കൂ. നിങ്ങളെ ഞാൻ നാട്ടിലെ മന്ത്രിയാക്കും. പെറ്റ നാടിന്റെ മാനം വിറ്റ് കിട്ടുന്ന നേട്ടം എനിക്ക് വേണ്ട. എന്ന് നിങ്ങൾ ചാരനായി കഴിഞ്ഞുകൂടിയാൽ മതിയെന്നാണോ നിങ്ങളുടെ വിചാരം? മതിയെന്നു ഉള്ളത് കൊണ്ട് ഞാൻ തികച്ചും തൃപ്തനാണ്. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും. അതിനുവേണ്ടി എന്തിനെ കുറുക്കു വഴി? അവർ അങ്ങേ കൈവിട്ടാലുള്ള ഗതി? ഇല്ല മഹിപാൽ, അവരെന്നെ കൈവിടുകയില്ല. എങ്ങനെ നിശ്ചയിച്ചു? അധികാരത്തിന് വേണ്ടി സ്വന്തം ആളുകളെ വഞ്ചിക്കാൻ മടിക്കാത്ത അങ്ങേ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ട്. മഹിപാൽ, തിരുമേനിക്ക് ആൺമക്കളില്ല. ഒരേ ഒരു മകൾ. കാലും കയ്യും തളർന്നു കിടക്കുന്ന കുമാരിയെ ഇനി ഒരു രാജകുമാരൻ പരിണയിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്റെ വാത്സല്യപുത്രിയുടെ വിവാഹം നടന്നു കാണാൻ തിരുമേനി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. വിട്ടുവീഴ്ചയോ? അതെ. രാജവംശത്തിൽ പിറന്നവനല്ലെങ്കിലും യോഗ്യനായ ഒരു വരനെ കിട്ടിയാൽ അദ്ദേഹം തൃപ്തനാകും. തെളിയിച്ചു പറയൂ. രാജകുമാരിയെ നിങ്ങൾ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ അദ്ദേഹം അത് എതിർക്കുകയില്ല. മഹിപാൽ, എന്റെ ബുദ്ധിശൂന്യതയിൽ എനിക്ക് മാപ്പ് തരൂ. ചാരന്മാർക്ക് ഈ നർത്തകിയുടെ താമസ സ്ഥലത്ത് എന്താണാവോ കാര്യം? ഞങ്ങളുടെ ജോലി സ്ഥലത്തിന് പരിധിയില്ല. അപ്പോൾ ഈ അപൂർവ ദർശനം? കാര്യമായിട്ട് തന്നെ. അപൂർവമായി ഓരോന്ന് കേൾക്കുമ്പോൾ ദർശിക്കേണ്ടവർ ദർശിച്ചല്ലേ വെക്കൂ. സമ്മതിക്കുന്നു. ഇനി കാര്യം കേൾക്കട്ടെ. കാര്യം കേട്ടപ്പോൾ ഇവിടെ അറിയിക്കേണ്ടാണെന്ന് തോന്നി. ശരി, അറിയിക്കണം. നമ്മുടെ രാജകുമാരി നിർഭാഗ്യവശാൽ ആലസ്യത്തിലെ. അതിന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്നോട് ഇത് പറയാൻ കാരണമുണ്ട്. കയ്യും കാലം തളർന്നെങ്കിൽ മറ്റപകടമൊന്നും കുമാരിക്ക് സംഭവിക്കരുത്. നല്ലത്. അവരെ വിവാഹം ചെയ്യാനും ഒരാൾ തയ്യാറുണ്ട്. ആരാണ്? ആരായാലും തിരുമലയുടെ കാലശേഷം ഭരണാവകാശം അയാൾ കിട്ടും എന്നുള്ള തീർച്ച. ഭാഗ്യവാൻ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഗതി കഷ്ടത്തിലാകുമല്ലോ. എങ്ങനെ? വിവാഹം ചെയ്യുന്നയാൾ നിങ്ങളുടെ കാമുകനാണെന്ന് വിചാരിക്കും. എനിക്ക് അങ്ങനെ ഒരു കാമുകൻ ഇല്ലെന്ന് എന്നോട് പറയാനാണോ ഭാവം? എന്താ നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ആര് തമ്മിൽ പിണങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ മന്ത്രി. ഓഹോ, അപ്പോൾ വിക്രമനാണ് രാജകുമാരി വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചത്? ആരും ചോദിച്ചിട്ടല്ല. അദ്ദേഹം അങ്ങനെ ആലോചിക്കുന്നു. നടക്കാത്ത കാര്യം. എന്തുകൊണ്ട്? രാജാവ് അതിന് സമ്മതിക്കുമോ? രാജകുമാരിയുടെ ഇന്നത്തെ നിലയ്ക്ക് ചിലപ്പോൾ സമ്മതിച്ചെന്നും വരും. ശരി, നമുക്ക് കാണാം. എന്ത് വിവാഹമോ? അല്ല, മന്ത്രിയുടെ വ്യാമോഹം. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. നന്ദി. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ശരി. പ്രഭു, അങ്ങേക്ക് ഇങ്ങനെയൊരു ശിക്ഷ ബോധമുള്ളവർ ആരും നൽകിയില്ല. അങ്ങ് എന്ത് കുറ്റം ചെയ്തു? കൊള്ളയടിച്ചോ? മോഷ്ടിച്ചോ? കൊലപാതകം നടത്തിയോ? മഹാരാജാവായിരുന്നാലെന്ത്?
സാമാന്യം ഒരു മര്യാദ പോലും ഇല്ലാതായാൽ ഇതിന് പകരം ചോദിക്കണം. ആ മഹാരാജാവിന്റെ അഹങ്കാരം അടിയോടെ അമർത്തിക്കണം. അങ്ങ് യുവാവ്, സുന്ദരൻ, ഒരു രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ. ഭരണപരിചയമില്ലെങ്കിൽ വേണ്ട, സഹായിക്കാൻ ഞാനുണ്ട്. സഹോദരി, അങ്ങനെ ഭംഗിവാക്കൊന്നും പറയണ്ട. അങ്ങയുടെ ഏത് ഇഷ്ടത്തിനും വഴങ്ങുന്ന ഒരു പാദദാസിയായി എന്നെ കണക്കാക്കിയാൽ മതി. എന്നെ വിട്ടേക്കൂ. ഭൗതിക സുഖങ്ങളിൽ എനിക്ക് വ്യാമോഹമില്ല. എന്നെ അയച്ചവന്റെ കൽപ്പന നടത്തുക മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യം അങ്ങയുടെ അധീനതയിലായാൽ പ്രജകൾ അങ്ങയുടെ ആജ്ഞകൾ സ്വീകരിക്കും. അല്ലെങ്കിൽ ഒരു നിയമം മതി, അവർ അനുസരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ നിയമം കൊണ്ടോ നിർബന്ധം കൊണ്ടോ നിറവേറ്റാനുള്ളതല്ല ദൈവനിശ്ചയം. നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ ഇടവരട്ടെ. തനിക്ക് കാരാഗ്രഹമല്ല, തൂക്കുമരമാണ് യോജിച്ചത്. ശാന്തിനി, അപ്പോൾ ഇതാണ് നിന്റെ തൊഴിൽ. രാജാധികാരം തട്ടിയെടുക്കാൻ കണ്ടുപിടിച്ച പുതിയ പണി. നിങ്ങൾ കണ്ടുപിടിച്ചതിനേക്കാളും ഭേദം ഇതാണെന്ന് എനിക്ക് തോന്നി. ശാന്തിനി, ഇത് രാജദ്രോഹമാണ്. ഹോ, ഒരു രാജഭക്തൻ, എഴുന്നേൽക്കാൻ പോലും ആവതില്ലാത്ത രാജകുമാരിയെ പരിണയിച്ചാലും വേണ്ടില്ല, രാജാവായാൽ മതിയെന്ന് പറഞ്ഞു നടക്കുന്ന നാണം കെട്ടവൻ. ശാന്തിനി, ഇങ്ങനെ അങ്ങേ ആരും അധിക്ഷേപിക്കാനിടയാകരുത്. തോമയെ സ്വാധീനിച്ചെങ്കിലും എന്റെ ഹൃദയേശ്വരന്റെ ആശ നിറവേറ്റണമെന്ന് തോന്നി. പക്ഷേ ആ നിർഗുണൻ ഒന്നിനും വഴങ്ങുന്നില്ല. എന്തു ചെയ്യും? ശാന്തിനി, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളും. നീ എന്നെ മഠേനാക്കുകയല്ലോ. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരുത്തിനെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂ. നിങ്ങൾ എന്നെ മറന്നെന്ന് കരുതി മറി തടഞ്ഞു കിടക്കുന്ന രാജകുമാരി നമ്മുടെ ജീവിതത്തിന് തടസ്സമാകും. കൂടിയാൽ രാജാവിന്റെ കാലം വരെ കൊല്ലാതിരിക്കണം, അത്ര തന്നെ. അങ്ങനെ വഞ്ചിക്കയില്ലല്ലോ. നീ എന്നെ വഞ്ചിക്കാതിരുന്നാൽ മതി. ഭഗവാനി, ആ ദുഷ്ടൻ ഇദ്ദേഹത്തെ കൊന്നിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് ഉടനെ തിരുവനന്തപുരത്ത് അറിയിക്കണം. ദോഷത്തിനെ തല കാണുകയില്ല. ആ തോമ എവിടെയുണ്ടെങ്കിലും വിളിച്ചുകൊണ്ടുവാ. നാം ഭക്തിയോടും വിശുദ്ധിയോടും കൂടി പ്രശാന്തമായ ജീവിതം നയിക്കാൻ ഇടയാകുന്നതിന് എല്ലാ മനുഷ്യർക്കും വേണ്ടി, വിശിഷ്യ രാജാക്കന്മാർക്കും അധികാരസ്ഥാനത്തുള്ളവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും സമർപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉത്തമവും സ്വീകാര്യവുമാണ്. നമ്മുടെ കൽപ്പന ലംഘിച്ച് കാരാഗ്രഹത്തിൽ നിന്നും ഒളിച്ചോടിയ നിങ്ങൾ നിരപരാധി. എന്നെ അയച്ചവന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. തടവ് ചാടാനും കൊലപാതകം നടത്താനുമായിരുന്നു നിങ്ങൾ അയച്ചവന്റെ കൽപ്പന. തടവ് ചാടിയിട്ടില്ല, ഞാൻ കൊലപാതകം നടത്തിയിട്ടില്ല. സത്യവും കൂടി മറച്ചുവെച്ച് ദൈവനാമം ദുഷിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്. നിങ്ങൾ ഒരു ശത്രുചാരനാണെന്ന് നമ്മുടെ സംശയം യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മന്ത്രം കൊണ്ടോ മായാജാലം കൊണ്ടോ ഇനി നമ്മെ കബളിപ്പിക്കാമെന്ന് നമുക്ക് കരുതണ്ട. ഞാൻ ആരുടെയും ചാരനല്ല, ഒരു പ്രവാചകൻ മാത്രം. അങ്ങനെ നിങ്ങൾ ദൈവപുത്രന്റെ സന്ദേശമാകാനെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കുന്നില്ല? യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയുന്നില്ല. വിക്രമനെ കൊന്നത് ആസ്ഥാന നർത്തകൻ.
പ്രണയ നൈരാശ്യം. കെട്ടുകഥ കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട. നടന്ന കഥ തന്നെ പറയുവാൻ സമയമില്ലാത്തവൻ കെട്ടുകഥ എന്തിനു സൃഷ്ടിക്കുന്നു? ആരവിടെ? രാജനർത്തകി ചാന്ദിനിയെ ഉടനെ ഹാജരാക്കൂ. ചാന്ദിനി, ഈശ്വരനാമത്തിൽ നാം ചോദിക്കുന്നു, സത്യം ബോധിപ്പിക്കണം. മന്ത്രി വിക്രമനെ കൊന്നത് നീയാണോ? അവിടുത്തെ ഉപ്പും ചോറുമുണ്ട് ജീവിക്കുന്ന ഈ എളിയവൾ അങ്ങനെ ഒരു മഹാപാതകത്തിന് തയ്യാറാകുമോ തിരുമേനി? സഹോദരി, എന്നെ അറിയുമോ? കണ്ടിട്ടുണ്ട്. എന്നെ കാണാൻ ഇന്ന് രാവിലെ കാരാഗ്രഹത്തിൽ വന്നിരുന്നു. തിരിച്ചു പോരുമ്പോൾ മന്ത്രി വിക്രമൻ നിങ്ങളെ പിന്തുടർന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി. അതിലെന്ത് രഹസ്യം? കാവൽക്കാർ സാക്ഷികളില്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് കാരാഗ്രഹത്തിൽ വന്നത്. അപ്പോൾ മടങ്ങിയതും ഒരുമിച്ചായിരിക്കണം. ഒരുമിച്ചായിരുന്നു. അല്ല, അദ്ദേഹം ഏതോ ആവശ്യം പ്രമാണിച്ച് നേരത്തെ പോയിരുന്നു. നേരത്തെ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡം കാരാഗ്രഹത്തിൽ കാണാനിടവന്നത്? അദ്ദേഹം എന്നെ അന്വേഷിച്ച് വീണ്ടും അവിടെ വന്നിരിക്കും. കൊള്ളാം. ഒരുമിച്ച് വന്നു, ഇടയ്ക്ക് പോയി തിരിച്ചു വന്നു. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. രാജകുമാരി ശുഭ ഈയിടെ നിങ്ങളുടെ വാസസ്ഥലത്തിൽ വന്നിരുന്നു. അവിടെ നിന്ന് മടങ്ങി കൊട്ടാരത്തിൽ എത്തിയ ഉടനെ അവർക്ക് ആലസ്യം തുടങ്ങി. അതിന് ഞാനെന്ത് വിളിച്ചു? നിങ്ങൾ കുമാരിക്ക് കുടിക്കാൻ പാല് കൊടുത്തു. ഒന്നാം തരം കാച്ചി കുറുക്കിയ പശുവിൻ പാൽ. ശരിയാണ്. പക്ഷേ കുമാരിക്ക് പാൽ പകർന്ന പാത്രത്തിൽ വിശേഷാൽ അല്പം പൊടി കൂടി ഇട്ടിരുന്നു. പൊടിയോ? ജ്വരം പിടിപെട്ട് കാലും കയ്യും തളർത്തിക്കളയാൻ ശക്തിയുള്ള ഒരുതരം വിഷപ്പൊടി. തിരുമേനി, ഇയാൾ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഈ കള്ളക്കഥ പറയുന്നത്. ഇല്ലെങ്കിൽ കുമാരിക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ. ഞാൻ ആ പാത്രത്തിൽ എന്തെങ്കിലും ഇടുന്നത് കണ്ടോ എന്ന് ഒന്ന് കൽപ്പിച്ചു ചോദിക്കൂ. കണ്ടെങ്കിൽ കുമാരി അത് കുടിക്കില്ല. പ്രഭു, സത്യം പറയുക. നമ്മുടെ പുത്രിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന് കാരണം കാരുണ്യരൂപിയായ കന്യാപുത്രന്റെ കടാക്ഷം കൊണ്ട് അങ്ങയുടെ പുത്രിക്ക് യാതൊരു ദുരന്തവും സംഭവിക്കില്ല. സംശയമുണ്ടെങ്കിൽ ഇതാ. ശുഭേ ശുഭേ ശുഭേ. പ്രഭു, പ്രഭു, പ്രഭു. എന്റെ പൊന്നു മോളെ, ഈ വഞ്ചനയ്ക്ക് നൽകേണ്ട ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. എങ്കിലും ഇവരുടെ സ്ത്രീ ആയതുകൊണ്ട് ഇവർക്ക് ചെയ്യാവുന്ന എല്ലാ സൗജന്യങ്ങളും നാം വകവയ്ക്കുന്നു. അതുകൊണ്ട് തൽക്കാലം അവരുടെ തല മുണ്ടനം ചെയ്ത് മുഖത്ത് ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി കഴുതപ്പുറത്തിരുത്തി പെരുമ്പറ കൊട്ടി നാട്ടുകാരെ കാണിച്ച് നാട് കടത്തു. മഹാനുഭാവ, നമുക്ക് മാപ്പ് തരൂ. നാം അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢനായിപ്പോയി. നമുക്ക് മാപ്പ് തരൂ. ഇതാ, ഈ നിമിഷം മുതൽ നാം അവിടുത്തെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ മകളുടെ ആലസ്യം തീർത്ത് അവിടുന്ന് തന്നെ ആജീവനാന്തം ഇവളുടെ രക്ഷകനായിരിക്കണം. നമ്മുടെ കാലശേഷം ഈ രാജ്യഭാരം ഏറ്റെടുക്കണം. രാജൻ, ലൗകിക ജീവിതം എന്നെ ആകർഷിക്കുന്നില്ല. ഒരു കുടുംബത്തിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല എന്റെ ലക്ഷ്യം. ഈ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പ്രയാസമറിയാം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളവനാണ് ഞാൻ. പരിശുദ്ധയായ ഈ രാജകുമാരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കും. കർത്താവ് അതിനനുഗ്രഹിക്കട്ടെ. ഇനി ആബാന്റെ കൂടെ കേരളത്തിലേക്കാണ് എന്റെ യാത്ര. ഞാൻ വരട്ടെ. നിങ്ങൾക്ക് നന്മ വരട്ടെ.